ഉല്ലാസിനെയും ഹെൻറിയെയും നയനയ്ക്ക് എത്ര ആളുണ്ടറിയാം? എന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, നയന പറയൂ. വർഷങ്ങളായിട്ട് അറിയാം. എത്ര വർഷമായിട്ട്? ആ, ഒരു 5 വർഷമാവും സാർ. ഉം. ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ ഉല്ലാസ് അവിടെ ഉണ്ടായിരുന്നു. ആ. ഉല്ലാസുമായിട്ട് തൻ്റെ റിലേഷൻ എങ്ങനെയാ? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ. ഹെൻറിയും അതെ. നയന ജോയിൻ ചെയ്യുമ്പോഴും ഹെൻറി ആ ഓഫീസിലുണ്ടായിരുന്നോ? ഇല്ല, ഹെൻറി ജോയിൻ ചെയ്തിട്ട് മേ ബി 1 ഇയർ ആകെയുള്ളൂ. ഓ. ഹെൻറി എങ്ങനെയാള്? ആള് പാവാ. എന്ത് കാര്യമുണ്ടെങ്കിലും സിൻസിയറായിട്ട് കൂടെ നിൽക്കും. ഉം. എന്താ സാർ? അല്ല, ഉല്ലാസിന് ഒരു മർഡർ കേസ് ഉള്ളതായിട്ട് നയനയ്ക്ക് അറിയാമോ? അറിയാം സാർ. പക്ഷേ അതിൽ ഉല്ലാസ കുറ്റക്കാരനല്ലാത്തത് കൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു. ഒരു ഹാൻഡികാപ്ഡ് ആയിരുന്നു ആ കൊല നടത്തിയത്. ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ഉല്ലാസിന്റെ ലവറായിരുന്നു അല്ലേ? അതെ സാർ. ഈ ഹെൻറി ഉല്ലാസുമായിട്ട് എങ്ങനെയാ? അവർ നല്ല ഫ്രണ്ട്സാ. കുറച്ചുനാള് റിമാൻഡിലായിരുന്നു ഉല്ലാസ്. തിരികെ എത്തിയപ്പോൾ ചിലർ ഉല്ലാസിനെ അവോയ്ഡ് ചെയ്തു. ഉം. ഞാനും ഹെൻറിയും ആയിരുന്നു അവനൊരാശ്വാസം. ഉം. ഹലോ ഹെൻറി, എവിടെയാടാ? അളിയ, അവന്മാരെവിടെ എത്തി? അവന്മാരെന്നെ കണ്ടെന്നാ തോന്നുന്നു. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം. ഞാനോ ഹെൻറി വരാതെ നീ വാതിൽ ഉറക്കരുത്, കേട്ടല്ലോ? ഏത് നിമിഷവും നിങ്ങളിൽ ഒരാൾ അപകടത്തിൽപ്പെടാം. ഇന്നലെ നൈറ്റ് ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഹെൻറി ക്രിയേറ്റ് ചെയ്തൊരു പ്ലാനിങ് മാത്രമാണ്. എവിടെ വെച്ചാ ഹെൻറിക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് സംഭവിച്ചത്? സാർ, ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മാറി ഒരു തട്ടുകട ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്കുള്ള ഫുഡും വാങ്ങി തിരിച്ചു വരുന്ന വഴിയാണ് അവരെന്നെ വളഞ്ഞു. എന്നെ കൊല്ലാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു വിധത്തിലാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അത് വെറുതെ പറഞ്ഞ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ടില്ല. ഹെൻറി അക്രമികളെ ഭയന്ന് ഹൈഡ് ചെയ്ത സ്ഥലം മീൻമുട്ടി ജംഗ്ഷനിലെ ചായക്കടയ്ക്ക് പിന്നിലാണെന്നല്ലേ പറഞ്ഞ്? ഏത് ചായക്കട? മീൻമുട്ടി ജംഗ്ഷനിലെ ചായക്കട. അവിടെ വെച്ചാണോ ഹെൻറി ഉല്ലാസിനെ വിളിച്ചത്? അവിടെ തന്നെ. അവിടെ കുപ്പികളും വേസ്റ്റുകളും കൊണ്ട് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്.